അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാനു ഷരീഫിലാണ് നാം ഉള്ളത്. റമളാനു ഷരീഫിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നോമ്പുകാരനായാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മഹത്വം വളരെ വലുതാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, ലഖലൂഫു ഫമിസ് സ്വാഇമി അത്യബു ഇൻദല്ലാഹി മിർ റീഹിൽ മിസ്കി. ഒരു നോമ്പുകാരൻ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവന്റെ വായയുടെ സ്മെല്ല് ദുർഗന്ധമായി മാറും. അങ്ങനെ ദുർഗന്ധമായി മാറിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്മാർ നാളെ പാരത്രിക ലോകത്ത് വരുമ്പോൾ അവർക്കതിന് ബദലായി കസ്തൂരിയേക്കാൾ സുഗന്ധം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മുടെ സഹോദരന്മാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. റമളാനായാൽ ഉച്ച കഴിഞ്ഞാൽ പിന്നീട് ബ്രഷ് ചെയ്യാൻ പാടില്ല, അത് വിലക്കപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ വായയുടെ ദുർഗന്ധം ഇല്ലാതെയായി പോകും നമ്മൾ ബ്രഷ് ചെയ്താൽ എന്നുള്ള തോന്നൽ ആളുകളുടെ ഇടയിൽ വളരെ സജീവമാണ്. എന്നാൽ അങ്ങനെയല്ല. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധം അത് ഏതെങ്കിലും സമയത്ത് ദുർഗന്ധമായി വന്നാൽ നിങ്ങൾ അതിൽ ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വലിയ സുഗന്ധം നൽകുമെന്നാണ്. അതല്ലാതെ ഇവിടെ നിങ്ങൾ ദുർഗന്ധമാക്കി മുന്നോട്ട് പോകണം എന്നല്ല. അങ്ങനെ ഒരു വ്യാഖ്യാനം നമുക്ക് ആധികാരികമായ ഒരു രേഖയിലും നമുക്ക് കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിൽ ഉച്ചയ്ക്ക് ശേഷം പ്രവാചകന്റെ സഹാബാക്കൾ നിരവധി തവണ ബ്രഷ് ചെയ്തതായിട്ട്, പ്രവാചകനും തന്നെ ബ്രഷ് ചെയ്തതായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലാൻ അശുക്കാല ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാഖ്. എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നു എങ്കിൽ നിർബന്ധമായും അവരോട് ഞാൻ ബ്രഷ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. ഇന്ദ കുല്ലി സലാത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ ഇന്ദ കുല്ലി ഉളൂഇൻ, എല്ലാ നമസ്കാര സമയത്തും അല്ലെങ്കിൽ എല്ലാ ഉളൂവിന്റെ സമയത്തും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് റമളാനിൽ ഉച്ചക്ക് ശേഷം പറ്റില്ല എന്ന് ലോകത്താരും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നോമ്പുകാരൻ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിലൂടെ അവന്റെ വായുടെ നല്ല സ്മെല്ല് മാറി മോശമായ സ്മെല്ല് വരുമ്പോ ആ മോശമായ സ്മെല്ല് നിലനിർത്തുന്നത് പുണ്യമാണ് എന്ന് ആരും കരുതേണ്ടതില്ല. അതിന് ഇസ്ലാമിന്റെ ഒരു രേഖയുടെയും പിമ്പലമില്ല. റമളാനിന്റെ പകലിൽ ഏത് സമയത്തും നമുക്ക് ബ്രഷ് ചെയ്യാം. എങ്കിലും ഒരു നോമ്പുകാരന് അള്ളാഹു നൽകുന്ന ഒരു അംഗീകാരമാണ്, അവന്റെ വായക്ക് ദുർഗന്ധം വന്നാൽ നാളെ പാരത്രിക ലോകത്ത് അതിന് ബദൽ അല്ലാഹു സുബ്ഹാനഹു തആല കസ്തൂരിയേക്കാൾ വലിയ സുഗന്ധം അല്ലാഹു സുബ്ഹാനഹു തആല അവന് നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിന്റെ ആശയമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യം സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.